ഹായ് ഹലോ, ഞാൻ നിങ്ങൾ നാസി ഇന്നൊരു റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ സാധനത്തിന് എൻ്റെ മംഗളകര പേരിൽ എന്താ പറയല്, മംഗളകരം ആ സൈഡ് ചിപ്പി കൗല് അങ്ങനെ പറയും. സോ മലയാളത്തിൽ എന്ത് അൽബക്ക കക്കർഷി അങ്ങനെ പറയും. നിങ്ങളുടെ നാട്ടിലെല്ലാം എന്ത് പറയില്ലെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ആക്കാട്ടോ. എനിക്ക് ഇതിൻ്റെ നേരായിട്ടുള്ള പേര് എനിക്ക് അറിയില്ല, നമ്മളെ ഭാഷയിലേ അറിയും. സോ ഇതാ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഉപ്പിട്ടിച്ച് കുറച്ച് നേരം വേവിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ അതിൻ്റെ ഇനി ഓരോന്നായിട്ട് അതിൻ്റെ ഇറച്ചി വേറെ ആക്കണം. നമ്മൾ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയാം, ഇത് ബസലക്കറിക്ക് ഇട്ടിച്ച് കറിയൊക്കെ ഇട്ടാ ബസലയും. പിന്നെ ഇത് ഈ ഒരു സാധനം അൽബക്ക. അൽബക്ക എന്തൊരു സാധനം കൗലുണ്ടല്ലോ, അത് ബസലക്കറിക്ക് ഇട്ടിട്ട് കുഞ്ഞി കടുമ്പാക്കിയിട്ട് എത്തുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്. സോ ഇവിടെ വന്നേ പിന്നെ അറിഞ്ഞത് ഇതിങ്ങനെ വെക്കുന്ന സാധനമല്ല, ഇത് ഇവിടെ ഇങ്ങനെ ഫ്രൈ ആക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. സോ ബസല എവിടെയും കിട്ടുമെന്ന് കുറേ നോക്കി, പക്ഷേ എവിടെയും കിട്ടിച്ച. അതുകൊണ്ട് നല്ല പങ്ങിൽ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇനിയുള്ള ടാസ്ക് ഒന്നെടുക്കണം. കോമഡി എന്നറിയോ, ഇത്രയെല്ലാം ഉണ്ട്. പക്ഷെ എന്തൊക്കെയല്ലേ, എല്ലാ ഇറച്ചി വേറെ ഇത് വേറെ തോട് വേറെ ആക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇറച്ചി ഇത്രക്കേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ കുന്നിട്ട കാണിക്കുന്നുണ്ട്, നോക്കിയാൽ എത്ര ഡിഫറൻസ് നോക്കി, ഇത്രേ കിട്ടിച്ച്. ഇനി ഇത് നല്ല പാങ്ങിൽ വാഷാക്കിയിട്ട് എടുക്കണം. അതിൻ്റെ ഉള്ളിലത്തെ എന്തോ സാധനം എടുക്കാനുണ്ട്, അതെടുത്തിട്ട് നല്ല പാങ്ങിൽ വാഷാക്കിയിട്ട് എടുക്കാം കേട്ടോ. ആയി പിന്നെ ഇടാനുള്ളത് കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്, അത് ഞാൻ എന്തെല്ലാം പറഞ്ഞുതരാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് കുറച്ച് ഇട്ടിട്ടുണ്ടായിട്ടില്ല, 2 സ്പൂൺ ഇട്ടിട്ടുണ്ടായത്. പിന്നെ ഞാൻ എക്സ്ട്രാ 2 സ്പൂൺ ഇട്ടിട്ടുണ്ടായി, വയ്യ ഇട്ടത് മതിയായിട്ടുണ്ടായിട്ടാ. പിന്നെ അത് കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണം അതിട്ട്. ഞാൻ ഫസ്റ്റ് കുറച്ച് ഇട്ടത് കേട്ടോ. എപ്പോഴും എൻ്റെ ഉപ്പ് അധികമാകുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ട് ട്രൈ ആക്കുന്നില്ല. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് വീണ്ടും കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായ ശേഷം നമ്മൾ വലിയുള്ളിയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ, എനിക്ക് ഇപ്പോൾ ചെറിയ ഉള്ളി കിട്ടിയിട്ടുള്ളത്, അത് നല്ല പാങ്ങിൽ കട്ടാക്കിച്ച് അത് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ പറയുക, നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. നല്ല പാങ്ങിൽ അതിലിങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കുറച്ച് എല്ലാ സൈഡും പിടിക്കണം. പിന്നെ ഇതാ ഞാൻ കുറച്ച് മുളക് പൊടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട ശേഷം എന്താക്കണം, ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഒരു പാന് വെക്കുക, എണ്ണ ചൂടാക്കിയ എണ്ണ ഒഴിക്കുക. അത് കുറച്ച് ചൂടായ ശേഷം നമ്മളത് ഈ കല്ലുമ്മക്കായ അല്ല ഈ കൗലുണ്ടല്ലോ, ഇതിൽ ഇട്ടെടുക്കണം. അല്ല ഇത് ഉണ്ടല്ലോ, മസാല തേച്ചിട്ട് ഈ എണ്ണയിലിടുമ്പോൾ ഒരു മണം വരും. എൻ്റെ പൊന്നെ, എന്തെന്നൊരു സ്വർഗം. ഇനിതാ ഇത് എല്ലാം ഇടിച്ചിട്ടുണ്ടല്ലോ, കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ആക്കാൻ വെക്കണം കേട്ടോ. ഫസ്റ്റ് കുറച്ച് മീഡിയം ലോയിലോ വെച്ചോ, പിന്നെ കുറച്ച് സ്പീഡാക്കി വെക്കോട്ടോ. നല്ല പാങ്ങിൽ ഫ്രൈ ആയിട്ട് എടുക്കണം. ഇങ്ങനെ ഇപ്പം ഈ കളറില്ലതല്ലേ ബയ്യാത ഒരു കളർ മാറിക്കൊണ്ട് പറയും. അപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം. എന്താ പറയുക, ആയി പിന്നെ ഇതാ കളർ ഞാൻ അപ്പം വന്നിട്ട് ഇളക്കിക്കോണുള്ളത് കേട്ടാ. സോ എന്താ പറയുക, ലാസ്റ്റ് ഇതാ ഈ ഒരു കളർ എത്തും. ആയി പിന്നെ നമുക്ക് എന്തൊക്കെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചോറിട്ടിച്ച് കറിയിട്ട് വറവിട്ടതാ ഈ ഫ്രൈ ഇട്ടിട്ട് ഒരു പിടിക്കുക. എൻ്റെ പൊന്നെ, സ്വർഗം. സോ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. ഇതേപോലെ എന്തെങ്കിലും ഇതിൻ്റെ റെസിപ്പി അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ആക്കുക. അപ്പോൾ ബൈ.